ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു വാഷി ടാപ്പാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ എനിക്ക് ക്രാഫ്റ്റ് ഒന്നും അറിയില്ല, ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കാൻ ഒരു എക്സ്പെരിമെൻറ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വേണ്ടത് നമുക്ക് ഒരു നീളത്തിലുള്ളൊരു പേപ്പർ പീസ് വേണം. അപ്പോൾ അതെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കളർ അടിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ബ്രഷൊക്കെ വെച്ചിട്ട് ഇഷ്ടമുള്ള പാറ്റേൺ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വരയ്ക്കുന്നതിന് ഡോട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഉണങ്ങി കിട്ടണം. ഇത് ഫുള്ള് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ഒന്ന് റെഡിയാക്കി വെക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ ഇതാകെ കുളമാവും. നമ്മൾ ഫുള്ള് ഉണങ്ങുക, ഒന്ന് ഫുൾ ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ വീണ്ടും ഇതുപോലെ ഒരു ചെറിയ പേപ്പർ അതുപോലത്തെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു വട്ടത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പശാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ കേട്ടോ, ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെയാണ്, ജസ്റ്റ് അതിനൊന്ന് റോളാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൊടുക്കുക, ഇവിടെ ഈ ഒരു സൈഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ആ ഒരു സൈഡിൽ ഇതുപോലെ ഒരു റൗണ്ട് ഒട്ടിച്ചാൽ മതി. നമ്മൾ ആ റൗണ്ടുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് പശാക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതാക്കി കൊടുക്കാം കേട്ടോ. ഇത് ഫുള്ള് ഇതുപോലെ ചിറ്റി കൊടുക്കുന്നുണ്ട്. ഫുള്ള് ചിറ്റി കൊടുത്താൽ ഇത് റെഡി ആവുള്ളൂ. ഇത് പിന്നെ പശ ഫുള്ളൊന്ന് ഒട്ടിക്കിട്ടണം. ഒട്ടിയിട്ടില്ലെങ്കിൽ അതാകെ കുളം. എന്നിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ വീണ്ടും ഒരു ചെറിയ പീസ് പേപ്പർ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ നടുക്കിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വർക്കിംഗ് ആണോ എന്ന് അറിയണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, അടിയിലുള്ള ആ ചെറിയ പീസിന് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് പശ ഒട്ടിച്ചെടുത്തതിന് ശേഷം അത് വർക്കിംഗ് ആണോ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ച് നോക്കാം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് കത്രിക വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നേരെ ഒരു പേപ്പറിൽ അങ്ങനെ എന്തെങ്കിലും മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ സംഭവം ഇത് ഭയങ്കര സക്സസ് ആണ് കേട്ടോ, നല്ല രീതിക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും ബായ്.